അസ്സലാമലൈക്കും. ഇതെൻ്റെ ഭർത്താവാണ്. കരളിന് ക്യാൻസറാണ്. 50 ലക്ഷം രൂപ വരുന്ന ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കൊണ്ട് യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങൾ വീട് വരെ പണയത്തിലാണ്. എന്നും വേദനയൊക്കെ, രാത്രി ഉറക്കം തന്നെ ഇല്ല. ബാത്റൂമൊക്കെ പോകാനും പോലും ആരും സഹായം ഇല്ലാതെ കഴിയൂല. എനിക്ക് ഈ കുട്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയും. വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. നിങ്ങളിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ. കണ്ണ് ക്യാൻസർ വന്നിട്ട് എടുത്തു കളഞ്ഞതാണോ? ഏത് കണ്ണാ? ആ കണ്ണ് അല്ലേ? ഇപ്പൊ ലിവറിനും ക്യാൻസർ വന്നു അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങളുടെ ഭയങ്കര വേദനയാണ്. ഇതിലെ കാല് ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ വേദനയാണ്. തുടക്കത്തിൽ വെറും ഛർദി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്നവർ ഓരോന്നായി ഇങ്ങനെ വേദനയും പള്ളക്കൊരു കുളത്തിൽ കൊടുത്തു. ഭയങ്കര വേദന. രാത്രി ഒന്നും ഉറങ്ങാൻ തന്നെ കഴിയൂല. എൻ്റെ കുട്ടീൻ്റെ സങ്കടം മാറ്റാൻ ചികിത്സ എല്ലാവരും കൂടി സഹായിക്കണം. കുട്ടീൻ്റെ ബാപ്പ എന്നെ ക്യാൻസർ പിടിച്ച് 4 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. അതേ വൈക്കഴിഞ്ഞ കുട്ടീനെ വൃത്തിയാകാതെ. അസ്സലാമലൈക്കും. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് പഞ്ചായത്തിലെ പന്തലിങ്ങൽ ചെറുമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. സർജിമോന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ആ ഒരു രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ സർജിമോ നിൽക്കുന്നത്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് എഴുന്നേറ്റിരുന്നാൽ അപ്പൊ തന്നെ കിടക്കണം. ശരീരം മുഴുവൻ വേദനയും, നേരമാണ് ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ ഉറക്കം പോലും ഇല്ലാത്തൊരു സാഹചര്യം. അവരുടെ ഭാര്യ പറഞ്ഞതുപോലെ രാത്രിയിലെ മുഴുവൻ ഉമ്മയും ഭാര്യയും രണ്ടറ്റത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വേദനിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആദ്യം ഇവര് സർജിമോനെ കൊണ്ടുപോയത് അമൃത ആശുപത്രിയിലാണ്. അമൃത ആശുപത്രിയിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കാണ് എഴുതി കൊടുത്തത്. മലബാർ ക്യാൻസർ സെന്ററിൽ പോയപ്പോ അവിടെയും ഇദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ MBRലേക്ക് കൊണ്ടുപോയി. MBR ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നാരായണൻകുട്ടി വാര്യർ അല്ലെ ഡോക്ടർ? നാരായണൻകുട്ടി വാര്യർ ഡോക്ടർ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മരുന്നുണ്ട്, പക്ഷെ ഏറ്റവും ചെലവ് കൂടിയ ചികിത്സയാണ്. 50 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്. 50 ലക്ഷം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ചികിത്സയാണ്. എല്ലാ മാസവും 4 ലക്ഷം രൂപയുടെ മരുന്ന് മാത്രം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു 32 വയസ്സുകാരന്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിന്റെ വാപ്പയാണെങ്കിൽ ഇതേ ക്യാൻസർ വന്നിട്ട് വാപ്പ മരണപ്പെട്ടതാണ്. വാപ്പാന്റെ ചികിത്സയ്ക്ക് വേണ്ടി വീട് പണയപ്പെടുത്തിയിട്ട് അതിന്റെ ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മകന് കൂടി ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോ ഈ 4 ലക്ഷം രൂപ ഒരു മാസത്തെ മരുന്നിന് വേണ്ടി ചെലവഴിക്കേണ്ട സാഹചര്യത്തിൽ ഒരു 4000 രൂപ പോലും കഷ്ടിച്ചെടുക്കാനില്ലാത്ത ഒരു കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇതാണ്. സർജിമോന് 32 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു മോനാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുടുംബം അനാഥമായി പോകും എന്നുള്ളതാണ്. ആ ഉമ്മ പറഞ്ഞതുപോലെ വാപ്പ ക്യാൻസർ വന്ന് മരിച്ചു, ഇനി മകനെയും ആ ഒരു അസുഖത്തിന് വിട്ടുകൊടുക്കാനുള്ള അതിനുള്ളൊരു മനസ്സില്ല. കാരണം പണമില്ലാത്തതിന്റെ പേരിലാണ് ചികിത്സ കിട്ടാതെ വാപ്പ മരിച്ചതെങ്കിൽ മകനും അതേ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണുന്ന അവസ്ഥയൊന്നുമല്ല, അത്രയ്ക്കും ദയനീയമാണ് ഈ കുടുംബത്തിന്റെ. ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കഴിയുന്ന ആളുകൾ കഴിയുന്ന സഹായങ്ങൾ കൊടുക്കണം. 50 ലക്ഷം രൂപയാണ് സർജിമോന്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ടത്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആളുകളാണ് എന്റെ അടുത്ത് നിൽക്കുന്നതൊക്കെ. ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ പേരിലാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കഴിയുന്ന ആളുകൾ കൈവിടരുത്. കാരണം അത്രയ്ക്കും ദയനീയമാണ് ഈ സഹോദരന്റെ അവസ്ഥ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നറിയില്ല. ലിവറിനാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത്. മെലിഗൻ മെലേനോമ അല്ലെ? മെലിഗൻ മെലേനോമ എന്ന് പറയുന്ന ലക്ഷങ്ങളിൽ അപൂർവമായി വരുന്ന ഒരു ക്യാൻസർ രോഗമാണ്. അത് ലിവറിനകത്ത് കുമിളകളായിട്ട് വരുന്ന ഒരു അസുഖമായിട്ടാണ് അത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റേ സർജറിയോ കാര്യങ്ങളോ അല്ല, ഈ വില കൂടിയ മരുന്ന് കഴിച്ച് തന്നെ അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമൃത ആശുപത്രി പോലെ അമൃതയിൽ നിന്ന് പറ്റൂല എന്ന് പറഞ്ഞാണ് അല്ലെ? അമൃതയിൽ നിന്ന് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മലബാർ ക്യാൻസർ സെന്ററിലേക്ക് കൊണ്ടുപോയി. അത് അവിടെ നിന്നും പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഭാഗത്തുനിന്നും ഒഴിവാക്കിയതാണ്. 2 ഭാഗത്തുനിന്നും ഒഴിവാക്കിയ അവസാനത്തെ ഒരു ചാൻസ് എന്ന നിലയ്ക്കാണ് MBRലേക്ക് പോയത്. അതായത് ഒരു മരണം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻ വേണമെങ്കിൽ ആ രൂപത്തിലേക്ക്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒന്ന് ഇരിക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണെങ്കിലും
കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിൽ കൊടുക്കണം. വേറെ നിവൃത്തിയില്ല. നിങ്ങളുടെ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുടുംബം അനാഥമായി പോകും എന്നല്ലാതെ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കഴിയുന്ന ആളുകളൊക്കെ സഹായങ്ങൾ എത്തിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ, ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നു. ഗൂഗിൾ പേ എടുത്തിട്ടില്ല, ആരും ഗൂഗിൾ പേ എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊടുക്കണം. അത്രയ്ക്ക് ദയനീയാണ്. മനസ്സിലാക്കണം അവരുടെ അവസ്ഥ. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും.